current situation and current feelings of your person. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് സ്പിരിച്വലി അവേക്കൻഡ് ആകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളൊരു രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിയൽ വാല്യൂ ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. നിങ്ങളെ നന്നായിട്ട് ആ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് ഇവിടെ കാണുന്നത് ഒരു സ്പിരിച്വൽ ചേഞ്ച് ആണ് കാണുന്നത്. മേ ബി നിങ്ങൾക്കായിരിക്കാം ഈ ഒരു ചേഞ്ച് വരുന്നത്. ഒരു സ്പിരിച്വലി ചേഞ്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഫെമിനിൻ മെസ്കുലിൻ എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കാര്യത്തിലൊരു കോൺഫിഡൻസ് ഇല്ല. അതായത് നിങ്ങൾക്കൊരു റീയൂണിയൻ വേണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ പോലും രണ്ടുപേർക്കും അത് തുറന്നു പറയാനോ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കാനോ രണ്ടുപേർക്കും കഴിയുന്നില്ല. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി വളരെ ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ആ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ വ്യക്തി. അപ്പോൾ നമുക്ക് കറണ്ട് ഫീലിങ്സ് എന്താണ്, ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് എന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം ഉപേക്ഷിച്ചതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ നിങ്ങളെ വിട്ട് പോകാനായിട്ട് കഴിയാത്ത വിധം പല കാര്യങ്ങളും, മേ ബി നിങ്ങളുടെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ കെയർ, സപ്പോർട്ട്, എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലവിലുണ്ടായിരുന്ന കാര്യങ്ങൾ ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരികയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. പല സാഹചര്യങ്ങളോടും ആ വ്യക്തി കണ്ണ് മൂടി അടച്ചു വെച്ച് പ്രതികരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു സമയത്ത് ആ വ്യക്തി എത്രത്തോളം ട്രൈ ചെയ്തിട്ട് പോലും ആ ഒരു സിറ്റുവേഷൻ ഇംബാലൻസ് ആയിട്ട് തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഇത് നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ആ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തിട്ടും ഉപേക്ഷിച്ചിട്ടും മനസ്സിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പോലും നിങ്ങൾക്ക് ആ പേഴ്സണെ നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നില്ല. മേ ബി നിങ്ങളിൽ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്ന വിധം അത്രയും വലിയ എക്സ്പീരിയൻസുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ ഒരുപാട് പേർ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഒരു ചേഞ്ച് ആ വ്യക്തിയുടെ ലൈഫിൽ കാണുന്നുണ്ട്. യെസ്, ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഈ ലൈഫിലുണ്ടായിരുന്ന ഈ ഒരു സ്ട്രഗിള് മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ചേഞ്ച് ആ വ്യക്തിയുടെ ആ ഒരു വേൾഡ് തന്നെ ഒരു ചേഞ്ച് ആയിട്ട് കൊണ്ടുവരികയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. മേ ബി റിലേഷൻഷിപ്പ് ഇല്ല ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി തിരികെ വരാനായിട്ട് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ
അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ഹെൽപ്പ് ചോദിക്കുന്നതായിട്ടും നിങ്ങൾ തന്ന സ്നേഹം എത്രത്തോളം വാല്യൂ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നതായിട്ടും ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ച് തരുവാനായിട്ട് ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസും കൂടി നോക്കാം. അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സാഹസികമായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അത്തരം റിസ്കുകൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ അത് നിങ്ങളുടെ ഒരു എഫേർട്ട് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മേജർ ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടാവാം. മേ ബി ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യം ഈ ഒരു സമയത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവും, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. അത് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം ആ ഒരു ചേഞ്ച് നിങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു പവറും പൊട്ടൻഷ്യലും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഒരുപാട് നിങ്ങൾ വിശ്വസിക്കുകയും അത്തരം സ്പിരിച്വലി അവേക്കൻഡായി ആ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ വേണമെന്ന് നിങ്ങളിൽ 2 പേരിൽ ആരോ വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പക്ഷേ അത് ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു തീരുമാനം അതിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല. മേ ബി ആ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അത്തരം കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും തിരിച്ച് വരണമെന്നും ആ ഒരു വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ പറ്റി തന്നെയാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഒരു ആ ഒരു റിയലായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തെ പറ്റിയാണ് ആ വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുന്നത്.